നിങ്ങൾക്ക് ഇബാദത്ത് നന്നായി ആനന്ദത്തോടുകൂടെ നിർവഹിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അറിയാൻ കഴിയണമെന്നാണ്. ഓരോരുത്തരുടെയും മനസ്സിലെ റബ്ബിനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ നിലവാരമാണ് അവന്റെ ആനന്ദത്തിന്റെ ആ ഒരു സംഗതി നിർണയിക്കുന്നത് എന്നാണ്. ഇബാദത്തിലെ ആനന്ദത്തിന്റെ തുടക്കം, മാധുര്യം തുടങ്ങുന്നത് ഞാൻ എന്റെ റബ്ബിന് എത്രത്തോളം ബോധ്യപ്പെട്ടു എന്നാണ്. ആരുടെ മുമ്പിൽ ഞാൻ പോയി നിൽക്കുന്നത്, എന്താണ് എന്റെ റബ്ബിന്റെ മഹത്വം, എന്താ എന്റെ റബ്ബിന്റെ ഇടപെടലിന്റെ രീതി, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എത്രയാണുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ചിന്തയും പഠനവും സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകും. അത് എവിടുന്ന് കിട്ടുക? അത് ആയത്തുനിന്ന് കിട്ടുക. അതെവിടുന്ന് കിട്ടുക? അത് ഹദീസിന്ന് കിട്ടുക. ആയത്തുകളും ഹദീസുകളും ഒക്കെ കേൾക്കാനും പഠിക്കാനും അറിയാനും പ്രാവർത്തികമാക്കാനുള്ള വിശാലമായ മനസ്സ് നമ്മൾ കൊണ്ടു നടക്കണം. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിൽ അതാ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന. ഇന്നമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർ മാത്രമുള്ള വിശ്വാസികൾ എന്ന് പറയണം. വിശ്വാസികളാണോ? നമ്മുടെ ഒരു ഗുണം പറയാണ്, അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹിനെ കുറിച്ച് അവർ ഓർക്കപ്പെട്ട് കഴിഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു നടുക്കം ഉണ്ടാകുന്നതാണ്, ഒരു പേടിയും ബേജാറുണ്ട്. ഒരു ഖുതുബ കേൾക്കുമ്പോൾ, ഒരു ഖുർആൻ ക്ലാസ് ഇരിക്കുന്ന സമയത്ത്, ഒരു ആയത്ത് നമ്മൾ കേൾക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെയോ വഇദാ തുലിയത അലൈഹിം ആയാതുഹും, അള്ളാഹിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദത്തുഹും ഈമാനാ, അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ ആയത്തുകൾ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. പരിശ്രമിച്ചാലേ കിട്ടുള്ളൂ, വഴികൾ ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. മഹാരഥന്മാരെ സ്വഹാബാക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിഴൽ കണക്ക് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കളിൽ പല ആളുകളുടെയും വ്യത്യസ്തങ്ങളായ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ പരസ്പരം കൊടുത്തിരുന്ന ഉപദേശം, കും, എണീക്കു നിങ്ങൾ, കും ബിനാ നുക്മിനു സാഅ ഫനഹ്നു ഫീ മജ്ലിസ് ദിക്രിൻ, അല്ലേ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ പോയിരിക്കണം. അള്ളാഹിനെ കുറിച്ച് നമ്മളൊന്ന് ഇനിയും കേൾക്കണം. എന്തിനാ? നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കാന്ന് പറഞ്ഞ ആര് സ്വഹാബാക്കള് എപ്പോഴാ പറയണമെന്ന് അറിയോ? എന്തെങ്കിലും കച്ചവടത്തിന് മറ്റൊക്കെ ഒന്ന് ഭൗതികപരമായ വ്യവഹാരങ്ങൾ ഏർപ്പെട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവരൊക്കെ അവരുടെ മനസ്സിൽ കണ്ടത് നമ്മളിപ്പോ ഫുള്ള് ദുനിയാവിന്റെ ആളുകളായിരിക്കും കേട്ടോ, നമ്മുടെ മനസ്സിൽ നിന്ന് പടച്ചോന്റെ ഒരു ചിന്ത പോയിക്കണം കേട്ടോ, ഇങ്ങനെ പോയാൽ പറ്റൂലേ, നിങ്ങൾ വരും നമുക്കൊന്ന് ഇരിക്കുക. ആ ഇറങ്ങിയ ഈമാൻ ഒന്നുകൊണ്ട് കയറ്റാനുള്ള പണി അവർ ബോധപൂർവമായി എടുത്തിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പടച്ചോനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുവോ അറിയുന്നുവോ റബ്ബിലേക്ക് നമ്മൾ അടുക്കും. അത് നമ്മുടെ ഈമാൻ ആനന്ദത്തോടു കൂടെ നിർവഹിക്കുവാനുള്ള കാരണമായി കൊണ്ട് മാറുമെന്നാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കണം മുഴുവനും ഇഖ്ലാസോട് കൂടെ മാത്രം നിർവഹിക്കാനാണ്. ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്ന് നിസ്കരിച്ച ആർക്കെങ്കിലും സുഹൃത്തുക്കളെ ആനന്ദം കിട്ടിയിട്ടുണ്ടാകും? ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുമെന്ന് ചോദിച്ചില്ലേ അവര്? ഇനി കൊടുക്കാതിരുന്നാൽ എങ്ങനെ ചെയ്യാ? ഇത്രയും ആളുകൾ കാറിലൊക്കെ വന്ന് നമ്മളെ പെരയിൽ വന്നിരുന്നങ്ങാണ്ട് ചോദിച്ചൊരു ആളഞ്ഞിട്ട് വെറും കൈയോടൊപ്പം എങ്ങനെ മടക്കി വിടുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അത് പോകും. ആനന്ദമോ ഒരു സുഖമോ അതിൽ കൊടുക്കാൻ കഴിയില്ല എന്നാണ്. എന്നെ നേരെ മറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു സ്വതക്ക കൊടുക്കുന്ന ഒരാള് ഇഖ്ലാസോട് കൂടെ കൊടുക്കുമ്പോ അവൻക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്നറിയോ? വാങ്ങുന്നവനേക്കാൾ ആനന്ദം കൊടുക്കുന്നവനക്കുണ്ടാകുന്നതാണ്. കാരണം എന്താ? അവന്റെ മനസ്സിലുണ്ട്, ഞാൻ ഈ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാന്റെ കരങ്ങളിലേക്കാണ്. അള്ള തന്ന മുതലിന് ഞാൻ കൊടുക്കുന്നത് അള്ളാഹ്ക്കാണ്. അള്ള പറഞ്ഞോട് ഞാൻ കൊടുക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിലും നാളെ പരലോകത്തിൽ ഇരട്ടി ഇരട്ടിയായിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറാനുള്ള മുതലാണ്, ശരിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അറിയുമ്പോൾ അവന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, പിന്നെന്താ, ഒരു ആസ്വാദനമുണ്ട്. അത് സുഹൃത്തുക്കളെ എങ്ങനെയാ കഴിയുക? ഇഖ്ലാസോട് കൊടുത്താൽ മാത്രം കിട്ടാന്ന് പറയുമ്പോൾ രണ്ടാമത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താ? എന്റെ നിങ്ങളുടെയും ഹൃദയത്തിൽ ഇഖ്ലാസിന്റെ പട്ടിക എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. റബ്ബിനോടുള്ള ഇഷ്ടം എത്ര നമ്മുടെ മനസ്സിലുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇബാദത്ത് ആസ്വദിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ഇഷ്ടം നമുക്ക് ഉണ്ടാകുക? അത് ഇവിടേക്ക് നോക്കണ്ട, ആരാന്റെ അടുത്തേക്ക് നോക്കിയാൽ കിട്ടൂല, അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കി. നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാ സുഹൃത്തുക്കളെ, എത്ര ഭാഗ്യവന്മാർ! എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ? ഭക്ഷണമായും പാനീയമായും വസ്ത്രമായും വാഹനമായും വീടായും. എന്താ റബ്ബ് നമുക്ക് തരാത്തത്? എന്താ റബ്ബ് നമുക്ക് തരാത്തത്? നമുക്ക് ഏറിയ പ്രശ്നമേ നമുക്കുള്ളൂ, അല്ലെ? പടച്ചും അടിസ്ഥാനപരമായി കൊണ്ട് തരാതിരുന്നിട്ടില്ല. സഹോദരങ്ങളെ, അതൊക്കെ ഒന്ന് ശരിക്കും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവും, പടച്ചോനെ ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ തന്ന് പിന്നെ അള്ളാന്റെ അരികിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു നന്ദി ഉണ്ടാകണ്ടേ, അല്ലെ? ഒരു നന്ദി ഉണ്ടാകണ്ടേ? ആ നന്ദി പ്രകടനം എങ്ങനെ? അള്ളാനുള്ള നന്ദി പ്രകടനം എങ്ങനെ? ഇബാദത്ത് തന്നെയാണ്. നമ്മുടെ ഉമ്മ രാത്രി എണീറ്റ് നോക്കുന്ന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വരുമാറ് നിസ്കരിക്കുകയാണ്, അല്ലെ?
നീരുകെട്ടുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉമ്മാന്റെ ഒരു ചോദ്യം, അല്ല റസൂലെ ഇത്രക്ക് വേണോ, ഇത്രയൊക്കെ ഇടങ്ങറാകണോ? പ്രത്യേകിച്ച് ഞങ്ങളെക്കാളൊക്കെ നിങ്ങളുടെ എല്ലാ ഒരു പാപങ്ങൾ താങ്കൾ ചെയ്യണില്ല, എല്ലാ സംഗതികളും പൊറുക്കപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട താങ്കൾ ഇത്രയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങളൊക്കെ മനസ്സിലില്ലേ? അഫലാ അകൂനു അബ്ദൻ ശകൂറാ, അല്ലേ? എനിക്ക് നല്ലൊരു നന്ദിയുള്ള അടിമയാകേണ്ടതെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ജീവിതത്തിൽ ആസ്വദിച്ച ഭൗതിക നിലവാരത്തിന്റെ എത്രയോ കാലങ്ങൾക്കപ്പുറത്താണ്, എത്ര ഇരട്ടി 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 സൗകര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എത്ര ശുക്ർ ഉണ്ടാകണം എന്നുള്ളത് നല്ലോണം നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് മഹാൻ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വല്ലാത്തൊരു വാക്കുണ്ട്, എന്താ അറിയോ? വകുല്ലമാ കാനത്തിൽ മഹബ്ബത്തു അഖ്വാ. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇഷ്ടം എത്രത്തോളം കൂടുന്നുവോ, എത്രത്തോളം ശക്തമുള്ളതാകുന്നുവോ, കാനത്തിൽ ലദ്ദത്തു ത്വാഅത്തി വൽ ഖിദ്മത്തി അക്മൽ, അവന്റെ ഇബാദത്തിന്റെ ആ ഒരു ആസ്വാദനവും കൂടുമെന്നാണ്. നമ്മുടെ ഇബാദത്തിന്റെ ആസ്വാദനം കൂടും എപ്പോ കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതികൾ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്കും സഹോദര, കൈ കെട്ടുമ്പോ, എന്തെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോ, എന്തെങ്കിലും ഇബാദത്തുകൾ നിർവഹിക്കുമ്പോ ആസ്വാദനം കിട്ടൂല. അള്ളാഹിനെ കുറിച്ചുള്ള പരാതി മനസ്സിന്റെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും തരിമ്പുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തുകിടുക, എങ്കിൽ നമുക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിയുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ രാത്രിയാകുമ്പോ സന്തോഷിച്ചിരുന്നു എന്നാണ്. വഖാല ബഅദു സലഫ്, മുൻഗാമികൾ ചില ആളുകൾ പറയാ, ഇന്നി ലഅഫ്റഹു ബില്ലൈലി ഹീന യഖ്ബിൽ, രാത്രി വരുന്നു എന്നറിയുമ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിക്കുന്നതാണ്. എന്താ സന്തോഷത്തിന്റെ കാരണം? മൂടിപ്പൊടിച്ച് കന്നുറങ്ങാന്നുള്ളതല്ല, അതല്ല സന്തോഷം. അദ്ദേഹം പറയാണ്, ലിമാ യലദ്ദു ബിഹി ഈശി, എന്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിക്കുകയാണ്. എന്റെ കണ്ണിന് വല്ലാത്ത കുളിർമുണ്ടാകാറുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ റബ്ബിനോട് ഒന്ന് മുനാജാത്തിൽ ഏർപ്പെടാലോ, രാത്രി നിസ്കരിക്കാലോ. രാത്രി നിസ്കരിക്കാൻ എണീക്കുമ്പോ എന്റെ റബ്ബുമായിട്ട്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ റബ്ബുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള സമയമാണല്ലോ അത്. വിശിഷ്യ അവസാന സമയം, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം എന്നൊക്കെ അവര് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ, അവർ ആ സമയത്തെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് അവരുടെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ റബ്ബിനെ കുറിച്ചുള്ള ഹുബ്ബ്, ഇഷ്ടം അവന്റെ ഇബാദത്തിനെ സ്വാധീനിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? നാലാമത്തെ കാരണം അള്ളാഹിനോട് ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. റബ്ബിനോട്, പടച്ചോനെ ഇബാദത്തൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം നമ്മൾ പറയാ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയത്ത്, പ്രാർത്ഥന ഉണ്ട്. നമ്മൾ എത്രയോ തവണ കേട്ട പ്രാർത്ഥനയാണ്. എത്രയോ തവണ ഈ പരിശുദ്ധമാക്കപ്പെട്ട മിമ്പറിൽ നിന്ന് നമ്മൾ എത്രയോ തവണ കേട്ടു. സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വലിയ നഷ്ടത്തിലായിരിക്കും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന വസിയത്ത് എന്താണെന്നറിയോ? ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തി മൻ തഖൂൽ, മുആദേ നീ നിസ്കാരത്തിന്റെ അവസാന സമയത്ത് ഇങ്ങനെ പറയാതിരിക്കരുത് എന്നാണ്. എങ്ങനെ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം. എന്തിനെ സഹായിക്കണം? ദിക്രിക, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണം. അല്ലേ? ഓരോ സമയങ്ങളിലും നിന്നെ ഓർമ്മ വരാൻ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്ന ഒരുത്തന്റെ നാവിലൂടെയാണ് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന പ്രാർത്ഥന വരുള്ളൂ. അല്ലേ? വീട് വിട്ടിറങ്ങുമ്പോൾ റബ്ബിനെ കുറിച്ച് ഓർമ്മ വരുന്ന ഒരുത്തനിക്ക് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ കഴിയുള്ളൂ. വാഹനത്തിലേക്ക് കയറുമ്പോൾ ആ പ്രാർത്ഥന വരണോ? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കേണ്ട ഇടങ്ങളിലെല്ലാം ഓർമ്മ വരാനും, അങ്ങനെ വരുമ്പോൾ ഒരു നന്ദി സൂചകമായി കൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ അതാത് സമയത്തിന്റെ മൈൻഡിൽ വർക്കൗട്ട് ആകാൻ നീ എന്നെ സഹായിക്കണം റബ്ബേ. വശുക്രിക, നീ എനിക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, നന്ദി പ്രകടിപ്പിക്കാൻ, നന്ദിയുള്ള ജീവിതം കാഴ്ചവെക്കാൻ നീ എന്നെ സഹായിക്കണം. പിന്നെ ഇന്നത്തെ വിഷയം വഹുസ്നി ഇബാദതിക, വഹുസ്നി ഇബാദതിക, നിനക്ക് ഞാൻ നിർവഹിക്കുന്ന ഇബാദത്തിനെ ഒന്ന് നന്നാക്കാൻ, ഒന്ന് മനോഹരമാക്കാൻ, ആസ്വദിച്ച് നിർവഹിക്കാൻ, ഹൃദയത്തിൽ നിന്നും നിർവഹിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥന സഹോദര നമ്മൾ മറക്കരുത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? പ്രത്യേകമായ ഒരു പരിശീലനം, ക്ഷമയും നമുക്ക് ആവശ്യമാണ് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസ്വാബിറൂ വറാബിതു വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയമാണോ? ക്ഷമ വേണം. അല്ല, അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വസ്വാബിറൂ, നിങ്ങൾ ക്ഷമയിൽ മികവ് പുലർത്തണം എന്നാണ്.
ക്ഷമിച്ചാൽ പോരാ, ക്ഷമയിൽ മികവ് കാണിക്കണം എന്നാണ്. 3 തരം ക്ഷമയുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നമുക്ക് ആകെ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ്, രോഗം വരുമ്പോൾ ക്ഷമിക്കുക, അതല്ല. പണ്ഡിതന്മാർ പറഞ്ഞ രണ്ടാമത്തെ ക്ഷമ എന്താണെന്നറിയോ? അസ്വബ്റു അലാ ത്വാഅത്തില്ലാ, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ, അല്ല പറഞ്ഞതുപോലെ ഒന്ന് അടക്കത്തോട് ഒതുക്കത്തോടു കൂടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരൽപ്പം ക്ഷമ വേണം. വേണ്ടേ? കൈകൾ കെട്ടി നിൽക്കുമ്പോ പല ആളുകൾക്കും പല ധൃതിയ, സുജൂദിൽ നിന്ന് കിടക്കാൻ ആളുകൾക്ക് സമയമില്ല. നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒന്ന് മനസ്സ് തട്ടി, ഇങ്ങനെ ഒന്ന് മനസ്സ് തട്ടി ചൊല്ലിയാൽ ഒരു ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും അതൊന്ന് സ്വസ്ഥമായി സമാധാനമായി അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ മനസ്സ് തട്ടി നിർവഹിക്കാൻ പോലും കഴിയാതെ മൂടും തട്ടി പോകുന്നതിന്റെ കാരണം ക്ഷമയില്ലാത്തതാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, ക്ഷമ നൽകാൻ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമയ്യതസബ്ബിർ യുസബ്ബിറുല്ലാഹ്, ആരാണോ ക്ഷമ അഭ്യസിക്കുന്നത്, ക്ഷമിക്കാൻ വേണ്ടി പഠിക്കുന്നത്, അവനിക്ക് അല്ലാഹു ക്ഷമിക്കാനുള്ള തോക്കത്ത് കൊടുക്കുമെന്നാണ്. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ. സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല ക്ഷമ വേണം. ഈ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് അടുത്ത നിസ്കാരത്തിലോ അടുത്ത ഇബാദത്തിലോ ഇത് വർക്കൗട്ട് ആയിക്കോളുന്നില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പതിയെ പരീക്ഷിച്ചെടുക്കണം. മഹാനായ താബിഈ വര്യൻ മുഹമ്മദ് ഇബ്നു മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? കാബത്തു നഫ്സി 40 ആമ. ആലോചിക്കണം, 1-2 റക്അത്തിന്റെ കാര്യമല്ല പറയണത്. 1-2 വക്തിന് ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കി, എനിക്കത് കഴിയണില്ല, ഇന്നെക്കൊണ്ട് പറ്റൂല, ഇനി ഇങ്ങനെ തട്ടി മുട്ടേണ്ട പോട്ടെ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കാബത്തു നഫ്സി 40 സന, 40 വർഷത്തോളം ഞാൻ എന്റെ നഫ്സിനെ പരിശീലിപ്പിച്ചു എന്നാണ്. 40 വർഷത്തോളം ഞാൻ എന്റെ നഫ്സിനെ, എന്റെ മനസ്സിനെ ക്ഷമ പരിശീലിപ്പിച്ചു. ഹത്തസ്തഖാമത് ലീ, അവസാനമാണ് ഇതൊന്ന് ശരിയായി കിട്ടിയത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇടതടവില്ലാത്ത പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടക്കത്തോടുകൂടെയും മനസ്സാന്നിധ്യത്തോടുകൂടെയും ഏത് ഇബാദത്തും നിർവഹിക്കണമെങ്കിൽ ഒരൽപ്പം ക്ഷമ ആവശ്യമാണ്. അത് പരിശീലിച്ചും പ്രാർത്ഥിച്ചും നേടിയെടുക്കേണ്ടതാണ് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വലം തുഅതു അജാഅൻ ഖൈറൻ വഔസഅ മിൻ സബ്രി. ക്ഷമയേക്കാൾ വിശാലമായ ഉന്നതമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കൊരാൾക്കും കിട്ടിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില്ലറ വിഷയമല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും പോയിന്റായി ഒറ്റ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹറം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അബത്തുല്ലാഹ് 50 സന, ഞാൻ 50 വർഷം അല്ലാഹുവിന് ഞാൻ ഇബാദത്ത് കൊടുത്തു. പക്ഷേ ഫമാ വജദ്തു ഹലാവത്തൽ ഇബാദത്തി ഹത്താ തറക്തു 3 അശ്യാഅ, 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നത് വരെ, ഈ കണ്ട കാലൊക്കെ ദുനിയാവിൽ ഞാൻ ജീവിച്ചിട്ടും ഒന്നൊഴിയാതെ എല്ലാ ഇബാദത്തുകളും ഞാൻ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും ആ ഇബാദത്തിൽ ആസ്വാദനം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നത് വരെ എന്നാണ്. അപ്പൊ 3 കാര്യങ്ങളുടെ പ്രസക്തി എത്രയാണ്? ഒന്നാമതായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, തറക്തു റിലന്നാസ് ഹത്താ കദിർതു അൻ അതകല്ലമ ബിൽ ഹഖ്. എന്താ? ഞാൻ ആളുകളുടെ തൃപ്തി മൈൻഡാക്കാതായി. പല ആളുകളുടെ തൃപ്തി മൈൻഡാക്കുമ്പോ, അതിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ അള്ളാന്റെ തൃപ്തിന്റെ വിഷയത്തിൽ അവിടെ ബാക്കോട്ട് അടിക്കുന്ന ആളുകളുണ്ട്. ഹക്ക് ബോധ്യപ്പെട്ടിട്ടും ഹക്ക് പറയാത്തത് എന്താ? നല്ല നിലക്ക് നീ കച്ചവടം ചെയ്യാത്തത് എന്താ? അങ്ങനെ ചെയ്താൽ പിടിച്ചിക്കാൻ പറ്റൂല. ആളുകളുടെ ആക്ഷേപമൊക്കെ ഭയപ്പെട്ടിട്ട് അള്ളാന്റെ ഭാഗത്ത് ഞാൻ നിരാകരിക്കുന്ന അവസ്ഥ ഞാൻ മാറ്റിവെച്ചു. ഞാൻ പ്രാമുഖ്യം അള്ളാഹ്ക്ക് കൊടുത്തു എന്നാണ്. ആരൊക്കെ എനിക്കെതിരായാലും എന്റെ റബ്ബിന്റെ തൃപ്തി മതി എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചുവോ, അവിടെ മുതൽ എന്റെ ഇബാദത്തിന് ആസ്വാദനം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു എന്നാണ്. പിന്നെ പറഞ്ഞു, തെമ്മാടികളായ പോക്കിരികളായ നല്ല നിലക്കല്ലാത്ത മോശമായ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഖുത്ബകൾക്കും അല്ലെങ്കിൽ ഞാൻ മറ്റു ദീനിയായ വിജ്ഞാനങ്ങൾ കിതാബിൽ ഞാൻ വായിക്കും, മനസ്സിലാക്കും. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്നെ പുറകോട്ടടുപ്പിക്കുന്ന ചില മോശമായ കൂട്ടുകെട്ട് എനിക്കുണ്ടായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അതിനെ ഒഴിവാക്കി. ഹത്താ വജദ്തു സുഹ്ബത്ത സ്വാലിഹീൻ, നല്ല കൂട്ടുകെട്ടിന് ഞാൻ എന്ന് കണ്ടെത്തിയോ അവിടെ മുതൽ ഞാൻ എന്റെ ഇബാദത്തിനെ ആസ്വദിച്ചു തുടങ്ങി എന്നാണ്. 3-ാമത്തെ കാര്യം പറഞ്ഞു, വതറക്തു ഹലാവത്ത ദുനിയ, എന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിന്റെ പളപളപ്പും ദുനിയാവിന്റെ മാധുര്യം മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാറി. ഹത്താ വജദ്തു ഹലാവത്തൽ ആഖിറ, അങ്ങനെ പരലോകത്തിന്റെ മാധുര്യത്തിലേക്ക് ഞാൻ മാറ്റി സ്വിച്ച് ഓൺ ചെയ്തു എന്നാണ്.
ജീവിതത്തിൽ ചിലപ്പോഴും സ്വപ്നങ്ങളിൽ മുഴുവനും ദുനിയാവ് മാത്രം കൊണ്ടു നടക്കുന്നതിനപ്പുറത്ത് ദുനിയാവിനൊരു അതിർവരമ്പ് നിശ്ചയിച്ചു. അതിനൊരു കാര്യം അത് ഏത് സമയത്ത് നഷ്ടപ്പെട്ടു പോണതാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അത്യാവശ്യം നിന്ന് തിരിയാൻ ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ ആവശ്യമായ വകുപ്പുകൾ ദുനിയാവിന്റെ വിഷയത്തിൽ കണ്ടെത്തി ബാക്കിയുള്ള സമയവും ബാക്കിയുള്ള പ്രാമുഖ്യവും പരലോകത്തേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എന്റെ ഇബാദത്തിൽ എനിക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇതെല്ലാം വലിയ പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാധനകളിൽ ആസ്വാദനം കണ്ടെത്താൻ ഒൻപതാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ നമ്മൾ പരിചയപ്പെടുത്തിയ കാര്യമാണ് തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ബോധപൂർവമായ ഒരു തെറ്റും സഹോദരങ്ങളെ മനസ്സാക്ഷിയെ നൊമ്പരപ്പെടുത്തി ചെയ്യാതിരിക്കുക. തെറ്റിന്റെ ദൂഷ്യഫലം എന്താണെന്നറിയോ? മനസ്സിന്റെ ഉള്ളിലെ കുറ്റബോധമാണ്. നല്ലൊരു തെറ്റ് ചെയ്താൽ അന്ന് നമുക്ക് കണ്ണാടിയിലൊന്നും നോക്കാനുള്ള തോക്കത്തൂരം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചോക്കേണ്ടി. വിശ്വാസ രംഗത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള തോക്കത്ത് നമുക്ക് ഉണ്ടാവില്ല. വല്ലാത്ത കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റബ്ബിനും നമുക്കും ഇടയിലുള്ള മറ വീഴുമെന്നാണ് മഹാരഥന്മാരെ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. മഹാരാ ഇബ്രാഹിമിന് അദ്ഹമിനോട് ഒരു മനുഷ്യന് വന്നൊരു ചോദ്യം, ഒരു ആവലാതി പറയുന്നുണ്ട്. ഇന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി നിസ്കരിക്കാൻ വല്ലാത്ത പൂതിയൊക്കെ ഉണ്ട്, നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളൊരു മരുന്ന് പറഞ്ഞു തരുന്നു, ഒരു വിദ്യ പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി നീ റബ്ബിനോട് ഒരിക്കലും പകലിൽ തെറ്റ് ചെയ്യാതിരിക്കുക. ആ തെറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം നിനക്കുണ്ടെങ്കിൽ അതാണ് രാത്രി നിന്നെ റബ്ബിന്റെ മുമ്പിലേക്ക് എണീപ്പിച്ച് നിർത്തുക. രാത്രിയിൽ ജനം കൂർക്കം വലിച്ച് കടന്നുറങ്ങുമ്പോൾ എണീറ്റ് നിൽക്കാൻ കഴിയുക എന്നത് അത് വല്ലാത്തൊരു മഹത്വമുള്ള പരിപാടിയാണ്. അത് അങ്ങേയറ്റത്തെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതിന് എല്ലാവർക്കും പടച്ചോൻ തൗഫീഖ് കൊടുക്കൂലാണ്. പകലിലെ തെറ്റുകൾ റബ്ബിന്റെ മുമ്പിൽ എണീറ്റുന്ന കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും മഹത്വം അറിഞ്ഞിട്ടും പ്ലാൻ ചെയ്തിട്ടും നിയ്യത്ത് വെച്ചിട്ടും നടക്കാതിരിക്കാനുള്ള കാരണം ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ തെറ്റുകൾ വെച്ചു പുലർത്തുന്ന ആൾ അതിന് അർഹനല്ല എന്നാണ്. അല്ല എന്തിനാ വരുന്നത്? ചോദിച്ചോളിൻ തരാന്ന് പറഞ്ഞു കണ്ടാ വരുന്നത്. ചോദിച്ചത് ഞാൻ തരാമെന്ന മെഗാ ഓഫറിന് വേണ്ടിയിട്ട് റബ്ബും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ സ്ഥലത്തേക്ക് പോകാനുള്ള യോഗ്യത തെറ്റ് ചെയ്യുന്ന ആളുകൾക്കില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ പ്ലാൻ ഉണ്ടായിട്ട്. അതുകൊണ്ട് എന്താ അറിയോ? തെറ്റുകൾ ബോധപൂർവം പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാർ. മഹാനായ ഫുളൈൽ ബിൻ അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിനക്ക് രാത്രി എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പകലിൽ നോമ്പ് നോൽക്കാനുള്ള തോക്കത്ത് ഉണ്ടായിട്ടും തൗഫീഖ് ലഭിക്കുന്നില്ലെങ്കിൽ, ഫഅലം സഹോദരാ നീ അറിഞ്ഞോ, അന്നക മഹ്റൂമുൻ മുകബ്ബൽ, നീ വല്ലാത്ത നിർഭാഗ്യവാനാണ്, നീ പലതിനാലും ബന്ധിക്കപ്പെട്ട നിലയിലാണുള്ളത്. അല്ല, നിന്റെ പാപം നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ, വിശിഷ്യ മൊബൈൽ ഫോണൊക്കെ കൈകളിൽ ഒരു അവയവം പോലെ കൊണ്ടു നടക്കുന്ന ഞാനും നിങ്ങളും ചെറിയൊരു ശ്രദ്ധ തെറ്റിയാൽ, ചെറിയൊരു ഈമാൻ താഴെയിട്ട് പോയാൽ നമ്മൾ എത്തിപ്പെടുന്ന തിന്മകളുടെ ഗർജങ്ങൾ അത് ആഴമുള്ളതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പത്താമത്തെ കാര്യം സഹോദരങ്ങളെ പഠനമാണ്. നിരന്തരമായ പഠനം നമുക്കുണ്ടാകണം. അള്ളാന്റെ ദീന് പഠിച്ചുകൊണ്ടേയിരിക്കണം. അള്ള ഒരുക്കി വെച്ച പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകണം. സ്വർഗത്തെക്കുറിച്ച് എത്ര പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും? സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ പറയും. സ്വർഗത്തിന്റെ സുഖങ്ങൾ, സ്വർഗത്തിലെ സോപാനങ്ങൾ ഒന്ന് വഴിക്ക് വഴിയായി പറയൂന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ പറയാൻ കഴിയും? സഹോദരങ്ങളെ, പഠിക്കണം, നമ്മൾ അറിയണം. നമ്മൾ ഒരു കുഞ്ഞു കുഞ്ഞു ഇബാദത്തുകൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് ദീനിൽ. നമ്മൾ എത്ര കണ്ട് പഠിച്ചു എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. പഠനത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈമാനെ താങ്ങി നിർത്തുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് ഗമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻഗാമികളുടെ ചരിത്രങ്ങൾ കേൾക്കുക, അത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. ഒരു കവി പാടിയതാണ്. എന്താ? നിങ്ങൾ മുൻഗാമികളുടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, വായിക്കണം. കാരണം ഇത് ഫീഹിൽ ഇബറു, അതിൽ അങ്ങേറ്റം ഗുണപാഠങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അറിയാത്ത ആളുകൾ വഴിപിഴച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു വായനയുടെ ലോകത്തേക്ക് ഇറങ്ങണം.
മുൻഗാമികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാന്റെ ദീന് നമുക്ക് ഒരുക്കി തന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയണം. നിരന്തരമായി പഠന മനോഭാവം നമുക്ക് ഉണ്ടാകണം. കേൾവിയായും വായനയായും വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കലുകളൊക്കെയായി നല്ലൊരു വൈജ്ഞാനിക വിഭവങ്ങൾ നേടിയെടുക്കുന്നിടത്ത് അതീവമായ ശ്രദ്ധ നമ്മളെല്ലാവരും കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിലല്ല, നമ്മുടെ പ്രശസ്തിയിലല്ല, നമ്മുടെ സോപാനങ്ങളിലല്ല, നമ്മുടെ വാഹനങ്ങളിലല്ല, ഭൗതികപരമായ ഈ നേട്ടങ്ങളിലല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അല്ലാഹും ഞാനും നല്ലൊരു ബന്ധത്തിലാണെന്ന് മനസ്സിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ശരിക്കുള്ള നേട്ടം, അതാണ് ശരിക്കുള്ള നമ്മുടെ സമ്പാദ്യം, അതാണ് ശരിക്കുള്ള നമ്മുടെ ഇബാദത്തിലെ മാനദണ്ഡം. അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നിർബന്ധമായ ഒരു കടമ നിർവഹിക്കുക എന്നതിനപ്പുറത്ത് ഇതെല്ലാം ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആനന്ദമായി, ഒരു ആസ്വാദനത്തിന്റെ അനർഘ നിമിഷങ്ങളായി നമ്മുടെ നമസ്കാരങ്ങളുടെ സമയങ്ങൾ, അദ്കാറുകളുടെ സമയങ്ങൾ, ഇബാദത്തിന് വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സമയങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരിക, ആവർത്തിച്ച് നമ്മൾ കേൾക്കുക. സൗകര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്ത് തുലനപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വന്നു പോകുന്ന അബദ്ധങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് എന്തൊന്നിനു വേണ്ടിയാണോ ഞാനും നിങ്ങളും ഈ ലോകത്തേക്ക് പിറവിയെടുത്തത് അത് ഇബാദത്ത് നിർവഹിക്കാനാണ്. മരിക്കുന്നത് വരേക്കും മരണമെന്ന ഉറപ്പ് നിന്നെ തേടി എത്തുന്നത് വരേക്കും നീ ഇബാദത്തിൽ തുടരണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് നിനക്ക് നിസ്കരിക്കാൻ കഴിയില്ലേ? ഇരുന്നോ നീ? ഇരിക്കാൻ കഴിയില്ലേ? കിടന്നോ നീ? അവിടെ നിനക്ക് പ്രയാസമുണ്ടോ? എങ്ങനെയാണെങ്കിലും ചെയ്തോ എന്നാണ്. ഇബാദത്ത് നമ്മുടെ ബുദ്ധി മറയുന്നത് വരെ ഇബാദത്തിൽ നിന്ന് ഒഴിവില്ലാത്തവരാ നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സമയത്തും മനസ്സാന്നിധ്യത്തോടുകൂടെ ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ശീലമാക്കേണ്ടത് ശീലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി കൊണ്ട് തൗഫീഖിന് വേണ്ടി ചോദിക്കുക.